ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവരും വീഡിയോ ഫുൾ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ 1.5 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ 1 കിലോ മന്തി ഉണ്ടാക്കാനുള്ള അരിയാണ് കേട്ടോ. ഇത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ മന്തി മസാലയാണ് കേട്ടോ ഇത്. പിന്നെ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച്. പിന്നെ ഞാൻ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം കഴുകി വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇത്ര അതും ഇടാം കേട്ടോ. പിന്നെ മന്തി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മന്തി മസാല അതിലൊരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല ഉണ്ടായിരുന്നു. അത് മൊത്തം ഞാൻ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഇതുപോലെയാണോ മന്തി ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല കേട്ടോ. ഇത് ഞാൻ വേറൊരു ഇതിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലരൊന്നും മന്തിയിലേക്ക് വലിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടില്ല. ഞാനതൊക്കെ ഇട്ടാട്ടോ ഉണ്ടാക്കുക. നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഒരു വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലൊക്കെ നല്ല മസാല പിടിക്കുന്ന വിധത്തിൽ നല്ലവണ്ണം മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ചിക്കൻ മാഗി ക്യൂബ് ഇതിലിട്ടിട്ടില്ല കേട്ടോ. സത്യത്തിൽ മന്തിയിൽ ചിക്കൻ മാഗി ക്യൂബാണ് ഇടേണ്ടത്. പക്ഷെ അത് ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് ഈ മന്തി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കേണ്ടത്. പിന്നെ വെള്ളം കുറച്ചില്ലാതെ ഓയിലിലാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് നേരമുള്ളൂ വെച്ചിട്ട്. പിന്നെ ഇതിലേക്ക് ഉണക്ക നാരങ്ങയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുറഞ്ഞ തീയിലിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം, അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കൊണ്ട്